ശ്രീ ദീപാനിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം മുതൽ തലവേദനയുള്ളത്. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് സരിൻ പ്രശ്നമുണ്ടാക്കി പുറത്തേക്ക് പോകുന്നത്. നേരത്തെ നമ്മുടെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്തുകളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കല്ലുകടി അത് പല തോതിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഒപ്പം ഒടുവിൽ ഏറ്റവും അവസാനം ശ്രീ ജയസൂര്യൻ പാല പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരുടെ പ്രവേശനം ഇതെല്ലാം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് അല്പം ഒരു നെഗറ്റീവാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പോകുന്നുണ്ട്. അപ്പം ഏറ്റവും അവസാനം വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം CPM ജില്ലാ സെക്രട്ടറി നടത്തിയ ഒരു പരാമർശമുണ്ട്. SDPI PDP പോലെയുള്ള ജമാഅത്തെ പോലെയുള്ള സംഘടനകൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു പ്രീണനം കോൺഗ്രസ് അവിടെ പാലക്കാട് നടത്തിയിരുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട്? കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് അപ്പോൾ മുതല് കോൺഗ്രസ് അവിടെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ അവിടെ മറ്റേ ട്രോളി ബാഗ് വിവാദമൊക്കെ BJP LDF മുന്നണി അവിടെ സൃഷ്ടിച്ചെടുത്തതൊക്കെ. പക്ഷെ അതൊക്കെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. മുനിസിപ്പാലിറ്റിയുടെ ഭരണ പരാജയത്തെയൊക്കെ ആ മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറായിരിക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടുത്തെ ഭരണ പരാജയത്തെയൊക്കെ മൂടി വെക്കുന്നതിന് വേണ്ടിയാണ്, ചർച്ച മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നതിനും വേണ്ടി തന്നെയാണ് അന്ന് അവിടെ ആ ട്രോളി വിവാദമൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഒന്നും തന്നെ ഒരു വിള്ളലും വീണിട്ടില്ല. ഞങ്ങൾക്ക് പോൾ ചെയ്യേണ്ട വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ളത്. പിന്നെ ഈ അവസാന നിമിഷം വരെ BJP-ക്കാർക്ക് പ്രതീക്ഷയുള്ളതൊക്കെ ചരിത്രപരമായിട്ടുള്ള വിജയം എന്നൊക്കെ പറയാന് നേമത്ത് ഒരു പ്രാവശ്യം ശ്രീ O രാജഗോപാൽ വിജയിച്ചത് O രാജഗോപാലിനെ ഒന്നും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് BJP-ക്കാർ കാണുന്നില്ലെന്നാണോ ചരിത്രപരമായിട്ടുള്ള വിജയം ഇപ്പൊ ഉണ്ടാവുന്നു പറയണത്? പിന്നെ തൃശ്ശൂര് ഒരു മുയൽ ചക്ക വീണ് ചത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ ചക്ക വീഴുന്നൊന്നും വിചാരിക്കരുത്. മുയൽ ചക്ക വീഴത്തുമില്ല. ഈവൻ ചക്ക വീണാൽ പോലും ചിലപ്പോൾ മുയൽ ചാവത്തുമില്ല. പിന്നെ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഒന്നും ഞങ്ങളെ ഒരു തരത്തിൽ പേടിച്ച് കോൺഗ്രസിൽ അന്ന് സ്ഥാനാർത്ഥിയൊക്കെ മാറ്റേണ്ടി വന്നിരുന്നു. ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ടില്ല. എവിടെയാണ് മാറ്റേണ്ടി വന്നത്? ഞങ്ങൾ ആദ്യം മുതൽ തന്നെ തീരുമാനിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില്. പാലക്കാടല്ല, ഞാൻ തൃശ്ശൂരെ കാര്യമാണ് പറഞ്ഞത്. തൃശ്ശൂര് അതല്ല, അങ്ങനെയൊന്നും അല്ല. ഒരു രാഷ്ട്രീയത്തില് തന്ത്രങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയത്തില് പലപ്പോഴും തന്ത്രങ്ങൾ പയറ്റപ്പെടും. ആ തന്ത്രങ്ങൾ പയറ്റുന്നതിലൂടെ തന്നെയാണ് രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള തന്ത്രങ്ങൾ അതിന്റെ ഭാഗമായി പാർട്ടി വിട്ടു പോകാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയതും രാഷ്ട്രീയ തന്ത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലാതെ ഒരു സിനിമാ താരത്തിനെയോ ഒരു മെട്രോമാനെയോ അല്ലാതെ BJP-യുടെ അംഗത്വമുള്ള BJP-യുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു BJP-കാരനെ നിർത്തി നിങ്ങൾ ജയിപ്പിച്ചിട്ടാണ് ഈ ചലച്ചിത്ര താരമായതുകൊണ്ടോ മെട്രോമാൻ ആയതുകൊണ്ടോ BJP-യുടെ അംഗമല്ലാന്നുണ്ടോ? അവർ മത്സരിച്ചത് താമര ചിഹ്നത്തിലാണ്. BJP-യുടെ പാർട്ടി അംഗത്വമുള്ള അതെ. നിങ്ങൾക്ക് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക, അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൂടെ കുറെ വോട്ടുകൾ നേടുക എന്നതല്ലാതെ BJP-യുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരാളിനെ കൊണ്ട്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താണ്? SFI-കാരനായിരുന്നു, അതിനുശേഷം കോൺഗ്രസ്സുകാരനായിരുന്നു, അതിനുശേഷം BJP-യിലേക്ക് വന്നു. അങ്ങനെ സ്ഥാനമാനങ്ങളും സ്ഥാനാർത്ഥിത്വവും നേടി ചാടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ വെച്ചിട്ടല്ലാതെ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് എടുത്തിട്ടാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. ആ അവകാശവാദത്തിന് കുറച്ചും കൂടെ ഒരു ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുമായിരുന്നു. ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ വെറുതെ പറയുക, അപവാദങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് കരിവാരി തേക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക, ഇതൊന്നും തന്നെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഇടയിലേക്ക് വരില്ല. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറ് സ്കോർ ചെയ്ത വോട്ടിന്റെ പകുതി പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല എന്നുള്ളതാണ് 100%. അതിന്റെ അത്രത്തോളം കോൺഫിഡൻസ് കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ നേരത്തെ CPM ജില്ലാ സെക്രട്ടറിനെ പങ്കുവച്ച പോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP തുടങ്ങിയ സംഘടനകളുടെ നിർലോഭമായ സഹായം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. PDP തന്നെ പറഞ്ഞിരുന്നു SDP തന്നെ പറഞ്ഞിരുന്നു വോട്ടിംഗ് ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ പിന്തുണ പാലക്കാട് കോൺഗ്രസിനായിരുന്നു, UDF-നായിരുന്നു എന്ന് പരസ്യമായി SDPI പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം അവരുണ്ടായിരുന്നു എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിന് ഇപ്പോഴെങ്കിലും ഉണ്ടാവും.
UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ട്, ഞങ്ങൾക്ക് സഖ്യ സംവിധാനമുണ്ട്. ഞങ്ങളുടെ UDF-ന്റെ സഖ്യകക്ഷികളിൽ പെട്ടിട്ടല്ലാത്ത ആരുമായിട്ടും ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറായിട്ടില്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. നല്ല സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ അത് ഏത് സംഘടനയിൽപ്പെട്ടവരായാലും വോട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരാളിപ്പൊ ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാണ്, നാളെ വേറൊരു പാർട്ടിയിലുള്ള ഒരാളിനോട് എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും? അതെന്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ? അപ്പൊ ഒരു മറ്റേതെങ്കിലും ഒരു സംഘടനയിൽ വിശ്വസിക്കുന്നവർ കോൺഗ്രസിന്റെ നല്ല വ്യക്തിത്വമുള്ള ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥിയെ ഇയാളാവണം ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ലല്ലോ SDPI പോലെയുള്ള നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച SDPIയുടെ പിന്തുണ അത് ഏതെങ്കിലും ഒരാളുടെ പിന്തുണയായി കാണാൻ സാധിക്കും. അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് മാത്രം മനസ്സിലാകുന്നത്. എന്തായാലും ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെട്ട് അവസാനിപ്പിക്കുകയാണ്.